അങ്ങനെ നമ്മുടെ കൃഷികളൊക്കെ തുടങ്ങാനുള്ള സമയമായി കേട്ടോ. കാരണം 3-4 മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃഷികളൊക്കെ തുടങ്ങാമെന്നാണ് പറയുന്നത് അല്ലേ. അപ്പം 3-4 മഴയൊക്കെ പെയ്തു നമുക്ക് കൃഷിയൊക്കെ തുടങ്ങണം. കപ്പ, കാച്ചിൽ, ചേമ്പ്, ചേന, എല്ലാ കൃഷികളും, കിഴങ്ങ് എല്ലാം നടാം കേട്ടോ. മഴ നല്ലതുപോലെ പെയ്യുന്നുണ്ട്. 4 ദിവസത്തെ മഴയെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് മഴയാണ്, അടിപൊളി മഴയാണ് പെയ്യുന്നത്. അപ്പോൾ എല്ലാ കൃഷിവകകളും നമുക്കിപ്പം തുടങ്ങാം. നമുക്ക് നോക്കാം. വാഴയൊക്കെ കിളുത്ത് നിൽക്കുന്നുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ട വാഴ കിളുത്ത് നിൽക്കുന്നത്. വാഴയൊക്കെ നമ്മൾ നേരത്തെ നടന്നു കണ്ടോ, ഒക്കെ കിളുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഏപ്രിൽ മാസമൊക്കെ അല്ലേ നമ്മൾ കൃഷികൾ ചെയ്യുന്നല്ലേ. ഏപ്രിൽ 10-ന് ഇപ്പുറമായിട്ട് കൃഷികളൊക്കെ ചെയ്യണമെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതേ നമുക്ക് 2-3 മഴയൊക്കെ പെയ്യും. ആ മഴ പെയ്ത് കഴിയുമ്പോൾ കൃഷികളൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. 10-ന് ഇപ്പുറം എല്ലാ കൃഷികളും ചെയ്ത് കഴിയണമെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തയ്യാറെടുപ്പിലേക്കാണ് ഇന്ന് ഞാൻ പറമ്പിലോട്ട് വന്നേക്കണേ. നമുക്ക് 2-3 ആൾക്കാരെ പണിയാൻ കിട്ടി. അവരും കൊണ്ട് നമ്മൾ കാച്ചിൽ, ചേമ്പ്, ഇങ്ങനെയുള്ള കൃഷികളൊക്കെ നടാൻ പോവാണ്. അപ്പം 3 മഴ പെയ്യാൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഡെയിലി ഇവിടെ അങ്ങ് മഴകളാണ്. അപ്പോൾ എല്ലാ കൃഷികളും ഇപ്പം ചെയ്ത് തീർക്കാൻ പോകും. അപ്പം വാഴയ്ക്കൊക്കെ തടവെടുക്കണം, വളമിടണം. വാഴയൊക്കെ നേരത്തെ നട്ടതാണ്. അപ്പോൾ വളമൊക്കെ ഇടണം. അതിനുള്ള വളമൊക്കെ മേടിച്ച് ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ എല്ലാവരും കാണും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോഴെല്ലാവരും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കൃഷിക്കുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ഇവരുടെയൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. ഉണ്ടോ, പോച്ച പറിച്ച് ചുറ്റിനും മണ്ണ് മാന്തി അതിൻ്റെ അകത്ത് ഇനി വളമിടാനാവുമെന്ന്. അപ്പം കണ്ടോ, എല്ലാം 2 പേരുണ്ട് പണിക്കാർ. റംബുട്ടാനും കവുങ്ങിനും വാഴയ്ക്കും എല്ലാ കൃഷികൾക്കും ഇന്നൊരു വളമിടാൻ പോവാം. എന്നും മഴയാണെന്നറിയാം ഇവിടുത്തെ. ഉച്ച കഴിഞ്ഞാൽ പിന്നെ ഡെയിലി മഴ. അപ്പോൾ ജോസ്റ്റാനെ കണ്ടു, ശില്പച്ചായനെ കണ്ടു, 2 പണിക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെ ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാനായിട്ട് ഇന്നങ്ങ് ഇറങ്ങി. ഒത്തിരി നാളും കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇവരെ ഒന്നും കൈ കിട്ടത്തില്ല. അപ്പോൾ ഞാൻ ഇന്ന് അതിനായിട്ട് ഇറങ്ങിയ രാവിലെ അതിന് അങ്ങ് ഇറങ്ങിയതാണ് കേട്ടോ. വേറെ പണിക്കാരൊക്കെ ഉണ്ട്. അവർ വേറെ പണിക്ക് പോയി, അത് കാടടിക്കാൻ പോയി. ഇത് കൃഷിയുമായിട്ടുള്ള ഒരു പരിപാടിയാണിത്. മറ്റേ കാടടി എന്ന് പറഞ്ഞാൽ മെഷീനും കൊണ്ടുള്ള കാടടിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെയും കൊണ്ട് വേറെ റൂട്ടിൽ പോയേക്കുവാണ്. എടുക്കുക, സ്ഥലം ഉള്ളിടത്തെല്ലാം നടാൻ പറ്റത്തുള്ളൂ. ഇവിടെ കാച്ചിൽ നടാൻ പോകാം കേട്ടോ. കാച്ചിൽ കൂമ്പാരം പോലെ മണ്ണ് വെച്ചിട്ടാണ്, അതിനകത്താണ് നമ്മൾ കാച്ചിൽ നടുന്നത്. ഈ ചാക്കിനകത്തെല്ലാം കാച്ചിക്ക പൂള് വെട്ടിയതാണ്. അപ്പം നമ്മൾ സ്ഥലം ഉള്ളിടത്ത് വാഴ നട്ടാൽ വാഴയുടെ അപ്പുറവും ഇപ്പോഴും കാച്ചിൽ നടണം. അപ്പം വാഴയെക്കൂടി പടർന്നു കിടന്നത്. അപ്പോൾ ഞങ്ങൾ കുഴിയെടുക്കാൻ പോവാണ്. കാച്ചിൽ നടാൻ വേണ്ടിയുള്ള കുഴിയെടുക്കാൻ പോവാം. മഴ പെയ്തപ്പോഴേ പോച്ച പടർന്ന് വിളിത്തേക്കുണ്ടോ. ഭയങ്കര പോച്ചയാണ് ഈ പയ്യത്ത്. അതൊക്കെ കൊത്തി എടുത്തിട്ട് വേണം അവിടെ കാച്ചിൽ നടാനെ കൊണ്ട്.
നമ്മുടെ ഏത്തവാഴ എല്ലാം ഒടിഞ്ഞു കിടക്കും. ഇത് ഏത്തവാഴയല്ല, ഇത് പൂവൻ വാഴയാണ് കേട്ടോ. എല്ലാ വാഴയും ഒടിഞ്ഞ് കാറ്റത്ത് ഒടിഞ്ഞു കിടക്കുവാണ്. അപ്പം മഴകളൊക്കെ പെയ്തപ്പോൾ നല്ലതായിട്ട് തറയൊക്കെ തണുത്ത് പോച്ചയൊക്കെ നല്ലതായിട്ട് കിളുത്ത് വരുന്നുണ്ട്. ഇനിയിപ്പം എല്ലാ കൃഷികളും ചെയ്ത് തീർക്കണം. കണ്ടോ, എല്ലാ വാഴയും ഒടിഞ്ഞു. നല്ല കാറ്റും മഴയൊക്കെയാണ്. ഇപ്പം ഡെയിലി മഴയാണ്. ഉച്ച കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മഴയാണ്. അപ്പം കൃഷി ചെയ്ത് നമുക്കൊന്ന് കണ്ടു നോക്കാൻ പോയി. വാഴയ്ക്കെല്ലാം തടവെടുക്കുക. കണ്ടോ, വളവിടാൻ വേണ്ടി ഏത്തവാഴയ്ക്ക് തടവിടാൻ പോവാണ്. തടവെടുത്ത് വളവിടാൻ പോവാം. അപ്പം നമ്മുടെ പണിക്കാരെയൊക്കെ നിങ്ങൾ കണ്ടോ, ഉണ്ടോ? എന്ത് ആത്മാർത്ഥമായിട്ടാണ് നോക്കിക്കുക അവർ പണി ചെയ്യുന്നത്. നോക്കിക്കുക, രാവിലെ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് രാവിലെ മുതലേ മഴയാണ്. അല്ല, ഇന്നലെ 10 മണിയായപ്പോൾ തൊട്ടുള്ള മഴയാണ്. ഇങ്ങനെ ചാറി ചാറി നിൽക്കുവാണ്. അപ്പോൾ ഇന്ന് രാവിലെ നല്ല അന്തരീക്ഷം, വെയിലൊന്നുമില്ല. അപ്പോൾ ഇവിടെ കൃഷിയൊക്കെ ചെയ്യാൻ നല്ല സൗകര്യമുണ്ട്. വെയിലില്ലാതെ നിന്നാൽ നല്ല സൗകര്യമായിട്ട് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. അപ്പോൾ വെയിലുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണമാണ് കൃഷി ചെയ്യാൻ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ജോസച്ചാനും ഉണ്ട്, നമ്മുടെ പിലിപ്പച്ചാനും ഉണ്ട്. അവരെല്ലാം കാട് പറിച്ച് വളവിടാനുള്ള തയ്യാറെടുപ്പിലാണ്. കണ്ടോ, ചക്കരമുത്തോ? അത് ആരെയേ ചക്കരമുത്തെ വീഡിയോ എടുക്കുക, അന്നേരം തന്നെ അയക്കുക. കാണേണ്ടിയവരൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. അറിയത്തില്ല. ചീര നിൽക്കുന്നുണ്ടോ? ഈ ചീര നല്ലതാണെന്ന് എല്ലാവരും പറയുന്ന തോരൻ വയ്ക്കാം കേട്ടോ. പക്ഷേ ഞാൻ വെച്ചിട്ടില്ല. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ചീര തോരൻ വെച്ച സൂപ്പറാന്ന് പറയുന്നുണ്ട്. പക്ഷേ കണ്ടോ, അയ്യത്ത് നിൽക്കുന്ന ചീര കണ്ടോ? നമ്മുടെ കാച്ചിലൊക്കെ കുറച്ചൊക്കെ നട്ടു കേട്ടോ. പൂള് വെട്ടിയതൊക്കെ നട്ടു. ഇത് പൂള് വെട്ടാത്തതാണ്. ഇത് ചുമന്ന കാച്ചിലാണ്. നല്ല രസമാണ് ഇത് പുഴുങ്ങി തിന്നാൻ. അപ്പോൾ ഇതങ്ങനെ അങ്ങ് നടാൻ പോവാണ്. എന്തോ ചെയ്തിട്ട് വയ്യ എന്ന് പറയുന്ന ആ വാഴയുടെ മുമ്പ് രണ്ടോന്ന് മാന്തിയാണ് ഈ വയ്യ എന്ന് പറയുന്നത്. എന്തോ വയ്യ എള്ളുപൊടിയും സ്റ്റാറാമിലും മിക്സ് ആക്കിയിട്ടാണ് വാഴയ്ക്കൊക്കെ നമ്മളിടുന്നത്. കവുങ്ങി എല്ലാം ഇടുവോ?